ഹായ് ഓൾ, എൽ ജിയുടെ 2026 സ്റ്റാർ റേറ്റിംഗോടുകൂടി വരുന്ന എ സികളിലുള്ള ഹിം ക്ലീൻ എന്നുള്ളൊരു ഫീച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. സോ ഇതിനു മുൻപ് 2022 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2026 ജനുവരി ആയപ്പോൾ ഗവൺമെന്റ് അനുസൃതമായിട്ട് സ്റ്റാർ റേറ്റിംഗ് ബി റേറ്റിംഗ് മാറിയിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമേഴ്സിന് ഒന്നുകൂടി ഇലക്ട്രിസിറ്റി ലാഭിച്ചുകൊണ്ട് നമ്മുടെ എ സി പ്രവർത്തിപ്പിക്കാനാകും എന്നുള്ളത് തന്നെയാണ്. സോ അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട അവരുടെ എല്ലാ പ്രൊഡക്ട്സിലും കൊടുത്തിരിക്കുന്ന ഒരു ഫീച്ചറാണ് ഹിം ക്ലീൻ എന്നുള്ളത്. അത് നമുക്ക് എന്താ നോക്കിയാലോ. അതിനു മുൻപ് നമ്മുടെ എ സികളിൽ നമുക്ക് ആ ഫ്രഷ് എയറും കാര്യങ്ങളും കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, മെയിൻ്റെനൻസ് കൊടുക്കേണ്ടത് അല്ലേ. നമ്മൾ സാധാരണ ഇതിനെങ്ങനെ ചെയ്യാറ്, ഒരു ടിഷ്യൂവോ അതല്ലെങ്കിൽ ഒരു തുണിയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് തുടക്കും. പക്ഷെ ഇപ്പോൾ ഈ എൻ്റെ കൈ പോലെ അല്ലല്ലോ, ഏകദേശം 8-10 ഹൈറ്റിലായിരിക്കും സാധനം ഉണ്ടാവുക. ഒരു ചെയർ ഇട്ട് അല്ലെങ്കിൽ കട്ടിലിൽ കയറിയിട്ടൊക്കെ ആയിരിക്കും ക്ലീൻ ചെയ്യാം. വേറെ ചില ആളുകൾ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റി ഇതിൻ്റെ ഉള്ളിലുള്ള പൊടി കംപ്ലീറ്റ് മാറ്റി ഒന്ന് കഴുകി ഉണക്കി വൃത്തിയാക്കി തിരിച്ച് രണ്ടാമത് ഫിറ്റ് ചെയ്യാറുണ്ട്. സോ ആ സമയത്ത് ഈ ഫിൽറ്റർ വെക്കുന്നത് തന്നെ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഇവാപ്പറേറ്റർ കോയിൽസിൻ്റെ ഉള്ളിലേക്ക് അധികം പൊടി പോകാതിരിക്കാനാണ്. എങ്കിലും ഫിൽറ്ററാണ്, ഒരു ചെറിയ രീതിയിലുള്ള പൊടിയും കാര്യങ്ങളും അതിലേക്ക് പോകാറുണ്ട്. ഇതാണ് ഒരു രീതി നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ രീതി, ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുക, എ സിയിലുള്ള ഓട്ടോ ക്ലീൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഫാൻസ് ഏറ്റവും പവറിൽ കറങ്ങി ഈ ഇവാപ്പറേറ്റർ കോയിൽ വന്നിരിക്കുന്ന മോയ്സ്ചർ, കാരണം എന്താ, അതിലൂടെയാണ് ഗ്യാസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ മോയ്സ്ചർ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, ആ ഫിൻസിലുള്ള മോയ്സ്ചർ കംപ്ലീറ്റ്ലി ഡ്രൈ ആക്കും. സോ ഈ ഡ്രൈ ആക്കുന്നതിലൂടെ ഫൗൾ സ്മെല്ലും കാര്യങ്ങളും ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും. പക്ഷേ ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കൂടി വീഴുന്ന ഈ ചെറിയ പൊടികളുണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും ഈ ഡ്രൈയിങ് പൊസിഷനിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അത് അവിടെ ഉണ്ടാവും. അത് അക്യുമുലേറ്റ് ചെയ്ത് കൂടുന്തോറും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ബാക്ടീരിയ ഫോം ആവുന്ന സമയത്ത് നമുക്ക് ഈ ഫൗൾ സ്മെല്ലും കാര്യങ്ങളും കിട്ടും. നമുക്കൊരു ഫ്രഷ് എയറിൻ്റെ ഒരു ഫീൽ കിട്ടില്ല, മെയിൻ്റനൻസ് കൂടും. നമ്മളപ്പോൾ എന്താ ചെയ്യുക, നമ്മളത് സർവീസ് സെൻറ്ററിൽ വിളിക്കും, അതല്ലെങ്കിൽ എ സി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളെ വിളിക്കും. അവർ വന്നൊന്ന് ജെറ്റ് ക്ലീൻ ചെയ്ത് വാഷൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കും ഈ ഒരു ഏരിയ. കറക്റ്റ് അല്ലേ? ആ ഒരു സമയത്ത് ഇത് പൂർണ്ണമായിട്ട് ക്ലീൻ ആവും, നമുക്ക് പിന്നെയും ഫ്രഷ് എയർ കിട്ടും. പക്ഷെ അതിന് ഒരു വലിയ പ്രൊസീജിയറാണ്, ആൾ വരണം, ക്ലീൻ ചെയ്യണം. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വീട്ടിലിരുന്നു കൊണ്ട് ഒരു ബട്ടൺ കൊണ്ട് ചെയ്യാൻ സാധിച്ചാലോ, അവിടെയാണ് ഹിം ക്ലീനിന്റെ പ്രസക്തി. ഈ ഹിം ക്ലീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ എ സി ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം ഇതിനു വേണ്ടിയുള്ള ഒരു ബട്ടൺ ഇവിടെയുണ്ട്. ഈ ഒരു ബട്ടണിൽ 3 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഓട്ടോമാറ്റിക്കലി അവിടെ ഹിം ക്ലീൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഹിം ക്ലീൻ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ 00 എന്നുള്ളതായിരിക്കും കാണാം. ഇത് 99 വരെ പോകും. അത് 99 മിനിറ്റ്സ് അല്ല, 30 മിനിറ്റ്സിനുള്ളിലാണ് 99% എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് 99 വരെയുള്ളതിലേക്ക് ഇപ്പോൾ 1, 2, 3 എന്ന രീതിയിലേക്ക് മാറും. ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ നമ്മൾ എ സിയുടെ ഇൻടോറിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ്ലി അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഇവാപ്പറേഷൻ കോയിലും അതിൻ്റെ ഈ ഫിൻസും എല്ലാം നമുക്ക് കാണാം. ഇവിടെ ഈ ഹിം ക്ലീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം സംഭവിക്കുന്നത് ഈ ഏരിയ കംപ്ലീറ്റ്ലി ഫ്രീസ് ആവും. അതായത് കംപ്ലീറ്റ് അവിടെ ഒരു ഫ്രോസ്റ്റ്, ഒരു സ്നോ പോലെയുള്ള ഫ്രോസ്റ്റ് അവിടെ രൂപപ്പെടും. അതിനുശേഷം അത് വാഷ് ചെയ്യലാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നടക്കുന്നത് അവിടെ ഒരു ഫ്രോസ്റ്റ് രൂപപ്പെടലാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവാപ്പറേറ്റർ യൂണിറ്റിലെ കോയിൽസിലും ഫിൻസിലും എല്ലാം നല്ല രീതിയിൽ ഫ്രോസ്റ്റ് വരുന്നതായിട്ട് നമുക്കിപ്പോൾ കാണുന്നുണ്ട്. ഈവൻ പുറകെ വശത്ത് നോക്കുകയാണെങ്കിൽ കൂടിയും അവിടെയും നല്ല രീതിയിൽ ഫ്രോസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് നമ്മുടെ കൈകൾ കൊണ്ട് തൊടുന്ന സമയത്ത് ഫ്രോസ്റ്റ് നമ്മുടെ കൈകളിലേക്ക് വരുന്നതായിട്ട് ഫിസിക്കലി കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഫ്രോസ്റ്റ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ കംപ്ലീറ്റ്ലി ആ ഇവാപ്പറേറ്റർ ഏരിയ കംപ്ലീറ്റ്ലി ഫിൻസ് എല്ലാം വാഷ് ചെയ്തിട്ടുണ്ട്. ആ വെള്ളം കംപ്ലീറ്റ്ലി അക്യുമുലേറ്റ് ചെയ്ത് ഔട്ട്ലെറ്റ് പൈപ്പിലൂടെ പുറത്തേക്ക് പോകാനുള്ള ഒരു പൈപ്പ് ഉണ്ട്, അതിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും. സോ അതിനുശേഷം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡ്രൈയിങ് പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ ഈ ഫിൻസിലുള്ള വെള്ളത്തിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, ഡ്രൈ ചെയ്യണം. ആ ഒരു പ്രോസസ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പൂർണ്ണമായിട്ടും ഉണങ്ങിയ രീതിയിൽ ഈ ഇവാപ്പറേറ്റർ ഏരിയ നമുക്ക് കിട്ടുകയും എല്ലാ ഫൗൾ സ്മെല്ലും കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ആയി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ മൂന്നാമത്തെ പ്രോസസ്സായ ഡ്രൈയിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണുന്നത് പോലെ 100% ആ ഏരിയ കംപ്ലീറ്റ്ലി ഡ്രൈഡ് ആയിട്ടുണ്ട്. ഒരു വെള്ളത്തിൻ്റെ ഒരു മോയ്സ്ചറിൻ്റെ ഒരു അംശമോ ഒന്നുമില്ല അവിടെ. എൻറ്റയർ ഏരിയ അവിടെ ഡ്രൈഡ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടതാണ് LG ഹിം ക്ലീനിൻ്റെ ലൈവ് പ്രോസസ്സ്. ഈ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ നമുക്ക് TV റെയിലാൻഡിൻ്റെ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് വരുന്നത്.
മാത്രമല്ല 2026 LG AC-കളോടൊപ്പം ഈ ഒരു ഫീച്ചറും നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. ഇനി AC സ്വയം ക്ലീൻ ആയിക്കൊള്ളും. താങ്ക് യു.